അങ്ങനെ കാർത്തിക് മഴമോളെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ എത്തുകയാണ്. അപ്പോൾ സുന്ദരിയെ കണ്ടിട്ട് ഇവളെന്തിനാ ഇവിടെ ഇരിക്കുന്നത്, ഇവൾക്ക് എന്താ അവിടെ കാര്യം എന്ന് പറയുമ്പോൾ ലക്ഷ്മി അമ്മ പറയണ്ടേ, നീ എന്തിനാ അവരൊക്കെ ശ്രദ്ധിക്കുക, നീ മഴമോളെ കാണാൻ വന്നതല്ലേ, നീ അവളെ കണ്ടു പോന്ന് പറയാണ്. അതല്ല അമ്മ, ഇവളെന്തിനാ ഇവിടെ. അപ്പോൾ ഇത് കേട്ട് സുന്ദരി പറയും, എൻ്റെ മോള് ആക്സിഡൻ്റായി കിടക്കുമ്പോൾ ഞാൻ ഇവിടെ അല്ലാതെ പിന്നെ എവിടെയാണ് നിൽക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ട് കാർത്തിക് ഞെട്ടിപ്പോവാണ്. ഓ, അപ്പോൾ ഇവളെ മോളാണോ, ഞാനിന്ന് മരിച്ചെന്ന് അറിഞ്ഞപ്പോഴേക്കും നീ പോയി വേറെ വിവാഹം കഴിക്കുകയും അതിലൊരു കുഞ്ഞും ഉണ്ടായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. നിൻ്റെ മകളാണ് മഴമോളെങ്കിൽ ഞാൻ ഒരിക്കലും ആ കുട്ടിയുമായിട്ട് അടുക്കില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു ലക്ഷ്മി അമ്മ പറയും, നീ മഴമോളെന്ന് കയറി കാർത്തി. ഇല്ല അമ്മേ, എനിക്ക് അവളെ കാണണ്ട, വേറെ ആരുടെ മകൾ ആണ് മഴമോളെങ്കിലും എനിക്ക് പ്രശ്നമില്ലായിരുന്നു, പക്ഷേ ഇവളുടെ മകളായതുകൊണ്ട് എനിക്കിനി അവളെ കയറി കാണണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ തിരിഞ്ഞു പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി അമ്മ ഉറക്കെ വിളിച്ച് പറയും, മഴമോൾ നിൻ്റെ മകളാണടാ. അപ്പോൾ കാർത്തിക് ഞെട്ടി നിന്നിട്ട് തിരിഞ്ഞു നോക്കുകയാണ്. എന്നിട്ട് കൊണ്ട് ലക്ഷ്മി അമ്മേൻ്റെ അടുത്ത് നിന്നിട്ട് എന്തെന്ന് ചോദിക്കും. അതെ, നിനക്ക് വൈകയിലുണ്ടായ മോളാണ് മഴമോൾ. ഇത് കേട്ട് ആകെ തകർന്നിരിക്കുകയാണ് കാർത്തിക്. പിന്നീട് അങ്ങോട്ട് കാർത്തികിൻ്റെ മുഖഭാവം തന്നെ മാറി നിൽക്കുകയാണ്. ആകെ കുറ്റബോധവും വിഷമവും സന്തോഷവും എല്ലാം കൂടി നിറഞ്ഞൊരു മുഖമായിരുന്നു. ഇത് കേട്ട് സുന്ദരി ഞെട്ടി നിൽക്കുകയാണ്. അമ്മ എന്തിനാണ് ഇങ്ങനെയൊക്കെ എന്നോട് ചെയ്യുന്നത് ചോദിക്കുകയാണ്. അപ്പോൾ അമ്മ എല്ലാം പ്ലാൻ ചെയ്തിട്ടാണല്ലേ ഇദ്ദേഹത്തെ മഴമോളെ കാണിച്ചതും ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയതൊക്കെ ചോദിക്കുകയാണ്. പിന്നീട് എല്ലാവരും ഈ സമയത്ത് മോളുടെ നിലയല്ലേ നോക്കേണ്ടത്, അല്ലാതെ വാശിയൊന്നും മനസ്സിൽ വെക്കേണ്ട സുന്ദരി എന്ന് പറയാണ്. അങ്ങനെ ഡോക്ടർ വന്നിട്ട് പറയാണ്, മഴമോളുടെ നില കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്കാണ് പോകുന്നത്, നിങ്ങളൊന്നെങ്കിൽ അയാളെ വിളിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ വേറെ ഹോസ്പിറ്റലിലേക്ക് ഞാൻ പ്രിഫർ ചെയ്യാമെന്ന് പറയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് കാർത്തിക് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം ലക്ഷ്മി അമ്മ പറയും, ഇതാണ് അവളുടെ MK മാസ്റ്റർ, എന്നിട്ട് നിങ്ങൾ ഇവിടെയാണ് നിൽക്കുന്നത്, വേഗം അകത്തേക്ക് വരുമെന്ന് ഡോക്ടർ പറയാണ്. അങ്ങനെ കാർത്തിക അകത്തേക്ക് പോയി മോളെ കാണാൻ കേട്ടോ. അപ്പം മഴമോക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്, അവൾ മാസ്റ്റർ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവരോരോന്ന് പറഞ്ഞ് അകത്തിരിക്കുകയാണ്. അപ്പം സുന്ദരിക്ക് പുറത്തൊരു സമാധാനമില്ല. അവൾ പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറും കേട്ടോ. ഞാൻ മാസ്റ്ററുടെ സ്കൂളിലാണ് പഠിക്കുന്നത്, അമ്മൂട്ടി എനിക്ക് ഇവിടെ നിന്ന് അമ്മൂട്ടിനെ കൊണ്ടുപോകരുത്, എനിക്ക് ഇവിടെ പഠിച്ചാൽ മതി എന്നൊക്കെ പറയാൻ കേട്ടോ മഴമോൾ സുന്ദരിയോട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ട്, സാധാരണ എല്ലാ മക്കളും അച്ഛനമ്മമാരെ ചോദിക്കാണ് വാശി പിടിക്കൽ, ഇതൊരു മാഷിനെ ചോദിച്ച് വാശി പിടിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് പറയാണ്. എനിക്ക് അച്ഛനെ പോലെയാണ് MK മാസ്റ്റർ എന്ന് പറയണ്ട. അപ്പം മോള് ഇതൊക്കെ കേട്ടിട്ട് ആകെ തകർന്നെടുക്കാണ്ട് സുന്ദരി. പെട്ടെന്ന് തന്നെ അവൾ പുറത്തേക്ക് ഇറങ്ങും. പിന്നീട് ഡോക്ടർ പറയും അവൾക്കൊരു ഇഞ്ചക്ഷൻ എടുക്കാണ്ട്, അതുകൊണ്ട് കാർത്തിക് ഒന്ന് അല്പസമയം പുറത്തിറങ്ങി നിൽക്കുമെന്ന് പറയും. അങ്ങനെ കാർത്തിക് പുറത്തേക്ക് ഇറങ്ങും കേട്ടോ. എന്നിട്ട് സുന്ദരിയോട് പറയും, ഞാൻ കുറച്ച് നേരം ഇവിടെ നിന്നോട്ടെ, മോളെ നീ ഇവിടെ നിന്ന് കൊണ്ടുപോകരുത്, ഞാൻ ദൂരെ നിന്ന് മോളെ കണ്ടോളാം എന്നൊക്കെ പറഞ്ഞ് മാപ്പപേക്ഷണ പോലെ കൈകൂപ്പി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ സുന്ദരി ഛേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. കൃഷ്ണൻ സാറിൻ്റെ ഭാര്യ പറയും, നീ ഇപ്പോൾ ഒന്ന് അങ്ങോട്ട് മാറി നിൽക്കും, ഞങ്ങൾ സുന്ദരിയോട് സംസാരിച്ച് തീരുമാനം എടുക്കാം, ഇത് പെട്ടെന്ന് എടുക്കാവുന്ന ഒരു കാര്യമല്ലല്ലോ. അങ്ങനെ കാർത്തിക് അവിടെ നിന്ന് പോവാൻ കേട്ടോ. പിന്നീട് അവർ സുന്ദരിയോട് സംസാരിക്കുകയാണ്. എങ്ങനെ ആയാലും കാർത്തിക് പറഞ്ഞ ദൂരെ നിന്ന് മാറി നിന്ന് കണ്ടോളാന്നല്ലേ, അവൻ്റെ മകൾ തന്നെയല്ലേ മഴമോള് എന്നൊക്കെ പറയാൻ കേട്ടോ. നാളെ മഴമോളുടെ അച്ഛനാരാണെന്ന് ചോദിക്കുമ്പോൾ ആ സ്ഥാനത്ത് കാർത്തിക് എന്ന് തന്നെയല്ലേ പറയേണ്ടത്, അല്ലാതെ വേറെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ അവർ. മഴമോൾ കാർത്തിക്കിനെ സ്നേഹിച്ചാലും അത് അവളുടെ PT മാഷ് എന്ന നിലയിലാണ്, അതുകൊണ്ട് തന്നെ നിന്നോടുള്ള സ്നേഹത്തിന് ഒട്ടും കുറവ് വരില്ല എന്നൊക്കെ അവർ പറയാണ് സുന്ദരിയോട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരുന്നത്. ഇതൊക്കെ കേട്ട് തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത ആകെ തകർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് സുന്ദരിയെ കാണിക്കുന്നത്.